തന്നെ അവരിനി തഖ്ദീസ് ക്യാമ്പ് വെച്ചുകൊണ്ട് കുട്ടികൾക്ക് ഭൗതിക ബോധം നൽകുന്നു. എന്തിനാണ് അതൊക്കെ നൽകുന്നത്? എന്താണ് ഇതിൻ്റെയൊക്കെ കാര്യം? അവനവന്റെ കാര്യം മാത്രം നോക്കി നിന്നാൽ പോലെ പോരാ. തഖ്വയുള്ളൊരു മനുഷ്യന്റെ കൽബിൽ നിന്ന് ആദ്യം ഉദിക്കേണ്ടത് ദീനാണ്. എന്താണ് ദീൻ എന്നുള്ള ചോദ്യത്തിന് മറുപടി ദീൻ നിസ്കാരമാണ്, ദീൻ നോമ്പാണെന്നൊന്നുമല്ല. ദീൻ എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്, നോമ്പാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അത് ബേസിക് ക്വാളിഫിക്കേഷനാണ്. നിസ്കരിച്ചെങ്കിലേ മുസ്ലിം ആകൂ, നോമ്പ് നോറ്റെങ്കിലേ ഇസ്ലാമിന്റെ ഷിആർ അവരുണ്ടാകൂ. 5 കാര്യം ഇസ്ലാം കാര്യമല്ലേ? അപ്പൊ ദീൻ എന്താ? ദീൻ എന്ന് പറഞ്ഞാൽ അദ്ദീനു അന്നസീഹ. മതം എന്നാൽ ഗുണകാംക്ഷയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ, അതിനാണ് എല്ലാവരും വിളിച്ച് ക്ലാസ് എടുക്കുന്നത്. അതിനാണ് ഈ അവധി ദിവസം നിങ്ങൾ വിളിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇവർക്ക് വീട്ടിലിരുന്നാൽ പോരെ, ഇവർക്ക് ഇവരെ കാര്യം നോക്കിയാൽ പോലെ. ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ഖുർആൻ ഓതി ഇവർക്ക് പള്ളിയിലിരുന്നൂടെ? എന്തിനാ നിങ്ങൾ വിളിച്ചു കൂട്ടി വെറുതെ ഇടങ്ങേറുണ്ടാക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പദ്ധതി ഇവർ സംഘടിപ്പിക്കേണ്ട ആവശ്യം എന്താ? നിങ്ങൾക്ക് എത്ര ടെൻഷൻ ഉണ്ട്? ആളുകളെ വിളിക്കണം, അവരെ ഇവിടെ കൊണ്ടുവരണം, അതിനുവേണ്ട ചെലവുകൾ വഹിക്കണം, നിങ്ങളെ വിളിച്ചു കൂട്ടണം, ഇതിന്റെ നോട്ടീസ് അടിക്കണം, പ്രചരിപ്പിക്കണം, വീണ്ടും മെസ്സേജ് അയക്കണം. ഇതൊക്കെ തന്നെയല്ലേ? ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ? ജനങ്ങൾ നല്ല രീതിയിൽ ഇസ്ലാമിനെ ഉൾക്കൊള്ളണം എന്ന ഒരു മനസ്സിന്റെ താല്പര്യമാണ്. അതാണ് ദീന്. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം അതാണ്. അതുകൊണ്ടാണ് വഅ്മുർ അഹ്ലക ബിസ്സലാത്തി, കുടുംബത്തെ നിസ്കരിപ്പിക്കാൻ കൽപ്പിക്കണം എന്നുള്ളത്. നിങ്ങൾ നിസ്കരിച്ചാൽ പോരാ. നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾ, നമ്മുടെ മൂക്കിന്റെ മുമ്പിലുള്ള ആളുകൾ ദീനിയായി ജീവിക്കണമെന്ന ഒരു ചിന്ത എല്ലാവർക്കും വേണം. എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കേവലം ഇബാദത്തല്ല. കേവലം ഇബാദത്ത് മാത്രമല്ല, നമ്മൾ അള്ളാഹുവിലേക്ക് ശരിക്ക് ചിന്ത അർപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് വലിയ വിലയുണ്ട്. ഒരൊറ്റ സംഭവം പറയാം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യാത്ര പോവുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബും സഹചാരികളും ഒരു യാത്ര പോകുന്നു. കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫരിൻ. ഹദീസിന്റെ വാചകം തന്നെ അങ്ങനെയാണ്. ഞങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കൂടെ യാത്രയിൽ പോവുകയായിരുന്നു. സഹാബത്തും അള്ളാഹുവിന്റെ തിരുദൂതരും കാണിച്ചതാണല്ലോ നമ്മുടെ മാർഗം, പഠിക്കണേ നിങ്ങൾ. ഞങ്ങൾ അള്ളാഹുവിന്റെ പുണ്യ തിരുദൂതരുടെ കൂടെ ഒരു യാത്ര ഇങ്ങനെ പോവുകയാണ്. ഫമിന്ന സ്വായിമൂൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ നോമ്പ് നോറ്റ ആളുകളുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ നോമ്പ് നോറ്റവരുണ്ടായിരുന്നു, അഥവാ നല്ല നോമ്പുകാരായ ആളുകൾ. വൽ മുഫ്തിറൂൻ, നോമ്പില്ലാത്തവരുമുണ്ടായിരുന്നു. നോമ്പില്ലാത്തവരുമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ബോധ്യം വരുന്നൊരു കാര്യമുണ്ട്. അത് സുന്നത്ത് നോമ്പാണ്, ഫർദ് നോമ്പല്ല. ഫർദ് നോമ്പാണെങ്കിൽ എല്ലാവരും നോക്കും, അവിടെ എല്ലാവരും നോറ്റിട്ട്